Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള നാടൻ ഐറ്റംസ് വെച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പരിപ്പും മുരിങ്ങയിലയും കൂടെയുള്ള ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് ഏറ്റവും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങാ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്, അതൊരു 1/4 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വലിയ അള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ചേർക്കാനായിട്ട് മറക്കരുത്. സാധാരണ എല്ലാവരും വെറുതെ തേങ്ങ അരച്ച് വെക്കാറുണ്ട്, പക്ഷേ ഇതിന് ടേസ്റ്റ് കൂടണമെങ്കിൽ ഒരല്പം ജീരകത്തിൻ്റെ ഫ്ലേവർ വേണം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേണം. പിന്നെ വെളുത്തുള്ളി ചേർക്കുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വയറ്റിൽ പരിപ്പൊക്കെ കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടും 1-2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കരുത്, അതൊരു ടിപ്പാണ്. ഇത് രണ്ടും ചേർത്താലാണ് ഈ കറിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയിൽ അരച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും. അപ്പോൾ ഞാനൊരു 5 തണ്ട് മുരിങ്ങയിലയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് പരിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ 5 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് ആദ്യം നന്നായിട്ടൊന്ന് നോക്കിയെടുക്കുക. പ്രാണികളോ കേടോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് നോക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള നമ്മൾ ചോറൊക്കെ കോരി വയ്ക്കാറുള്ള പാത്രമില്ല, അതിലിട്ടാണ് ഇതുപോലെ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. അതിനകത്തെ ഹോളിലേക്ക് ഇട്ട് വലിച്ചാൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കഴുകി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് തോരപ്പരിപ്പാണ്. 1/2 കപ്പ് തോരപ്പരിപ്പ് ഞാൻ 1/2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കുതിർത്തെടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. എരിവിന് ഈ 2 പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടിയും ഞാൻ ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മഞ്ഞ നിറത്തിലാണ് ഈ കറി ഇരിക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. പിന്നെ നമുക്ക് അതിൻ്റെ ആ ഗ്രേവി കുറേ കൂടെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോരാത്ത വെള്ളം, ചൂടുവെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും മതി, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് പുറത്തേക്ക് വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് ചീറ്റിപ്പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു 1/2 കപ്പ് വരെ മാക്സിമം ചേർത്താൽ മതിയാവും. ഇത് നമുക്കൊരു 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാത്ത പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരെ കേൾപ്പിക്കാം. അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ അറിയാം അത് വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എത്രത്തോളം ഗ്രേവി വേണം, എത്ര ലൂസ് വേണം എന്നനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ സമയത്ത് ചേർക്കുമ്പോഴേക്കും തിളപ്പിച്ച ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും, ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ചേർക്കണം എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും മുരിങ്ങയില ഒന്ന് വാടി കിട്ടും. മുരിങ്ങയില അങ്ങ് ഒത്തിരി കുക്കാവേണ്ട കാര്യമില്ല, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. വെന്തങ്ങ് ഉടയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വാടി വരുന്നവരെ നമുക്കൊരു 5 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് ഇത് വാടി കിട്ടും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലയൊക്കെ നല്ല പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ തേങ്ങയിൽ ഒരല്പം അരയാനും വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കുക. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അരപ്പിനകത്ത് നമ്മൾ ഉപ്പൊന്നും പ്രത്യേകിച്ച് ചേർത്തിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കി കൊടുക്കുക. എന്നിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
ഈ ഒരു ഒഴിച്ചുകറിക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം ഉപ്പൊക്കെ കുറച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം, തീരെ കുറഞ്ഞു പോകരുത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ആ ഒരു പച്ച ചുവന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് കറക്റ്റ് ടേസ്റ്റ്. ഇതിനകത്തേക്ക് നമുക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 5ഓ 6ഓ ചെറിയ ഉള്ളിയിൽ കുറയാതെ തന്നെ ചേർത്ത് കൊടുക്കണം. 5ഓ 6ഓ ചെറിയ ഉള്ളി എടുത്തിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിയുക. എന്നിട്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യിൽ ചേർത്ത് കൊടുത്താൽ ഇതിലും ടേസ്റ്റാണ്. നെയ്യിൽ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചേർക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചേർക്കുക. എന്നിട്ട് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിനകത്തേക്ക് ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ആയതുകൊണ്ട് കറിവേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കറിവേപ്പില വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ആ കുക്കർ അങ്ങ് മൂടി വെച്ചേക്കുക. അതിനുശേഷം വിളമ്പാൻ നേരത്തെ എടുക്കുക. അപ്പോഴേക്കും നല്ല ആ ഒരു കടുക് വറുത്തതിൻ്റെ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.